ഇന്നത്തെ അതിഥിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത് എന്നതിൽ എനിക്ക് സന്ദേഹമുണ്ട്. കവി എന്ന നിലയിലോ, ഗാനരചയിതാവ് എന്ന നിലയിലോ, പ്രഭാഷകൻ എന്ന നിലയിലോ, നിശ്ചയദാർഢ്യമുള്ള ഒരു രാഷ്ട്രീയ സഹയാത്രികൻ എന്ന നിലയിലോ, അതോ ശ്രേഷ്ഠനായ ഒരു അധ്യാപകൻ എന്ന നിലയിലോ, കൈതൊട്ടതെല്ലാം പൊന്നാക്കിയ, ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കട്ടെ, ഈ ബഹുമുഖ പ്രതിഭയെ ശ്രീ ONV കുറുപ്പിനെ ഞാൻ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാഗമത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഒരു അപൂർവ ബഹുമതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കടലോര ഗ്രാമമായ ചവറയിലാണ് ജനനം. അതെ, കരിമണൽ കയറ്റുമതി വ്യവസായ മേഖല, മാത്രമല്ല പ്രക്ഷുബ്ധമായ ഒരുപാട് തൊഴിൽ സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബാല്യത്തെക്കുറിച്ചും അച്ഛനമ്മമാരെക്കുറിച്ചും അറിയാൻ ആഗ്രഹമുണ്ട് എല്ലാവർക്കും. ഞാൻ ജനിച്ചത് ചവറ എന്ന ഒരു പഴയ കുഗ്രാമത്തിലാണ്. അവിടെ കായലും കൈത്തോടും സമുദ്രവുമെല്ലാമുള്ള തൊണ്ട് ചീഞ്ഞ് നാറുന്ന ആ നാറ്റവും കൈതകൾ പൂക്കുന്ന വാസനയും തമ്മിൽ അലിഞ്ഞു ചേരുന്ന ആ ഒരു പഴയ അന്തരീക്ഷം ഞാനിപ്പോഴും ഓർക്കുകയാണ്. അവിടെയാണ് ജനിച്ചതെങ്കിലും ഞാൻ എൻ്റെ ബാല്യത്തിൻ്റെ ആദ്യത്തെ 7-8 വർഷങ്ങൾ കഴിച്ചു കൂട്ടിയത് കൊല്ലം നഗരത്തിലാണ്. അതാണ് എൻ്റെ പിതാവിൻ്റെ നഗരം. എൻ്റെ പിതാവ് അവിടെ മുനിസിപ്പൽ കൗൺസിലറും സാമൂഹിക പ്രവർത്തകനും വളരെ പ്രശസ്തനായ ഒരു ആയുർവേദ ഭിഷഗ്വരനും അങ്ങനെയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ടൗണിലുള്ളൊരു വീട്ടിലാണ് താമസിച്ചത്. കൊല്ലം ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം തുടങ്ങിയത്. പക്ഷേ അകാലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം കുടുംബം മുഴുവനും ചവറയിലെ ആ പഴയ തറവാട്ടിലേക്ക് പോകാനിടയായി. ചവറയിൽ ചെല്ലുമ്പോൾ ഒരു കണക്കിന് അച്ഛൻ്റെ മരണദുഃഖത്തോടൊപ്പം തന്നെ മറ്റൊരു ദുഃഖമുണ്ടായിരുന്നു. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. ഈ ചെറിയ നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് പഠിക്കുന്നു. അപ്പോൾ വളരെ പുസ്തകമൊന്നും ചീത്തയാക്കാതെ സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ വിളക്കിൻ്റെ എണ്ണയിൽ വീണ പൂച്ചി ചാടി പുസ്തകത്തിൽ വീഴും. അപ്പോൾ അവിടെ എണ്ണ കൊണ്ടൊരു വൃത്തമുണ്ടാവും. അങ്ങനെ പാഠപുസ്തകങ്ങൾ പലതും ഈ ചാടുന്ന പൂച്ചി ഇങ്ങനെ വൃത്തങ്ങളുണ്ടാക്കും. അതെ, ഇതേമാതിരിയുള്ള പിന്നെ ഈ ചെതലരിച്ച് നടക്കുന്ന തിണ്ണ. അതുപോലെ രാത്രികൾക്ക് വെളിച്ചം വളരെ കുറവാണ്. ആ വിളക്കുവട്ടത്തിലിരുന്ന് പഠിച്ചു. സംസ്കൃതവും മലയാളവും ഇംഗ്ലീഷും പഠിച്ചു. വളരെ സ്നേഹമുള്ള ചില വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു. എൻ്റെ സമപ്രായക്കാരായ കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ ഒറ്റ മകനാണ്, ആരും ഉണ്ടായിരുന്നില്ല. ചങ്ങാതികളില്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും കൊല്ലം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ആ വിദ്യാർത്ഥികളുടെ നിലവാരത്തിൽ കുട്ടികളെ കണ്ടില്ല. തനി ഗ്രാമീണരായ പാവപ്പെട്ട കുട്ടികൾ. അപ്പോൾ അവർക്കാണെങ്കിൽ സാഹിത്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അതിലെ ഒരു കുട്ടി ഞാൻ ഇങ്ങനെ കവിതയൊക്കെ എഴുതുമെന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു അയാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ ഒരു പ്രേമമൊക്കെ ഉള്ള ഒരു കവിത എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മറ്റവർക്കും വേണ്ടി എഴുതാറില്ല എന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ടു. സാറിന് വേണ്ടി എഴുതിയിട്ടുണ്ടോ? അത് മറ്റൊരു കാര്യമാണ്. ഞാൻ എഴുതുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അതെ, എല്ലാവർക്കും വേണ്ടിയാണ്. അതിരിക്കട്ടെ. അപ്പോൾ ഇതായിരുന്നു ബാല്യം. അവിടെ നിന്ന് ആ ബാല്യത്തിൽ എൻ്റെ ഏകാന്തത അത് സ്വയം ഭരിച്ചതല്ല, വന്നു ചേർന്നതാണ്. അവിടെ ഒരാശ്വാസം കണ്ടെത്തിയത് ഈ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളോട് മനസ്സുകൊണ്ട് സംസാരിക്കും. അതാണ് 4 മണിപ്പൂക്കൾ എന്ന കവിതയ്ക്ക് ആധാരം. അതൊരു ബാല്യാനുഭവം തന്നെയാണ്. പിന്നെ അത് തന്നെയാണ് പിൽക്കാലത്ത് ഇത്ര കബോധ പുഷ്പം, നീയത്ര തന്നെ നിശാഗന്ധി. അതെ, എല്ലാം വന്നിട്ടുള്ളത് അതിൽ നിന്നാണ്. പക്ഷേ നിശാഗന്ധി അവിടെ ഉണ്ടായിരുന്നില്ല. അത് പിന്നെ നഗരത്തിൽ വന്നതിന് ശേഷമാണ്. പുഷ്പങ്ങളോട് എന്താണ് ഇപ്പം അഗ്നിപുഷ്പം എന്നൊക്കെ പറഞ്ഞു? ഞാൻ പറഞ്ഞ ഈ പൂക്കളോട് എൻ്റെ മനസ്സ്, പൂക്കൾ എൻ്റെ ചങ്ങാതികളായിരുന്നു കുട്ടിക്കാലത്ത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചങ്ങാതികളില്ലായിരുന്നു. പിൽക്കാലത്ത് ഏകാന്തതയുടെ അമാവാസിയിൽ ഒരു തുള്ളി വെളിച്ചമായി കവിതയെത്തി. അതെ, എവിടെ ഒരു കവിതാ പുസ്തകം കിട്ടിയാലും എൻ്റെ അച്ഛൻ്റെ ലൈബ്രറിയിൽ ചില പഴയ മാസികകളും അതിലൊക്കെ ചില കവിതകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അന്ന് ഈ പറഞ്ഞതുപോലെ മഹാകവി വള്ളത്തോളും ആശാനും ഉള്ളൂരും
അതുപോലെ തന്നെ മൂലൂർ പത്മനാഭ പണിക്കരും അതുപോലെ ചെറുകോവിലെ ഗോവിന്ദനാശാനും എല്ലാം ഒരുപോലെയാണ്. അങ്ങനെ ഒരു പ്രഥമ ഗണനയൊന്നുമില്ല. അല്ല, അറിയില്ല, ഇവരെയെല്ലാം തിരിച്ചറിവൊന്നും വന്നിട്ടില്ല, പക്ഷേ വായിക്കുന്നു.